ജെയിംസിന്റെയും ആലീസിന്റെയും വിവാഹമോചന കേസ് 6 മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 27-ാം തീയതി പരിഗണിക്കുന്നതാണ്. അതിനു മുമ്പ് ഇരുവരും കൗൺസിലിംഗ് നടത്തുവാൻ ഈ കോടതി നിർദ്ദേശിക്കുന്നു. ആയിഷ അല്ലേ? അല്ല. പിന്നെ ആലിസ്. ആലിസ്. ആലിസ് ജെയിംസ്. ജെയിംസ് ലവ് മാരേജ് ആയിരുന്നു ആണോ? ലവ് മാരേജ്? ലവ്? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 7 വർഷം. 7 വർഷം? എന്നിട്ട് ഇപ്പോഴെവിടെ എത്തിയുള്ളൂ? കൊള്ളാം. ആക്ച്വലി എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? സ്മോൾ? പിന്നെന്താ? സ്ത്രീധന ഗാർഹിക പീഡനം. താങ്ക് യു. അതാണോ? ഓ, മനസ്സിലായി. അപ്പോ അവിഹിതം അല്ലേ? നോ സർ. അതുമല്ലേ? സാധാരണ ഇത്തരം പ്രശ്നങ്ങളായിട്ട് ആളുകളോട് വരാറേ. അപ്പോൾ ഇത് അതുക്ക് മേലെയാണ്. എന്നാ പിന്നെ ആലീസ് മനസ്സൊന്ന് തുറന്നോളൂ, ഞാൻ കേൾക്കാം. തുറന്നോളൂ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സർ. ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് സാറിൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എനിക്കും ജെയിംസിനും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ കരുതി തന്നെയാണ് ഞാൻ ജെയിംസിനോടൊപ്പം ഇറങ്ങി തിരിച്ചത്. ഒരുപാട് എന്നെ സ്നേഹിച്ച എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുജത്തിയുടെ ഒക്കെ സന്തോഷത്തിന് മുകളിൽ എനിക്ക് ജെയിംസിനെ ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടമില്ലായ്മയൊക്കെ ജെയിംസിനൊരു വിഷയമല്ലാണ്ടായി. ജെയിംസിന് ജെയിംസിൻ്റെതായൊരു ലോകം, ഫ്രണ്ട്സ്, ഡിസ്കഷൻ, ഷൂട്ടിംഗ്, പെയിന്റിംഗ്. ഞങ്ങളിപ്പോൾ ചെലവഴിക്കാൻ സമയമില്ലാണ്ടായി. എന്നോടും മോളോടും ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും സമയമില്ലാതായി. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ബാങ്കിലാണ്. ഇന്ന് ഈ നിമിഷം വരെ അവിടം വരെ ഒന്ന് വരുമോ, എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. ബാങ്കിൽ ചില ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് മോളോടൊപ്പം. മോളോട് വലിയ സ്നേഹവും കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് സാറിന് ചോദിച്ചു നോക്കിയേ. അവിടെ എത്ര ഫീസ് എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. എന്തിന്? നാളെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയുള്ള ദിവസം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജെയിംസ് അതൊന്നും ഓർത്തിട്ട് പോലുമില്ല. നാളെ എന്താ? എന്താ നാളെ? ഓർമ്മയുണ്ടാവില്ല സാർ, അതിന് സമയമില്ലല്ലോ. നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പരസ്യവും മോഡൽസും വലിയ പദവിയും പണവും ഒക്കെ ഉള്ളൂ. അതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവിന്റെ പ്രസൻസ് ആണ്, കെയർ ആണ്. എന്റെ കൊച്ചു കൊച്ചു പരാതികളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൺസിഡറേഷൻ ആണ്. അതെങ്ങനാ? എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പറയാൻ ചെന്നാൽ ഫുൾ ടൈം ഫോണില്ല. എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുമല്ലേ? മോളുടെ സ്കൂളിലെ കാര്യങ്ങൾ ഞാൻ നോക്കണം, ഇൻഷുറൻസ് ഞാൻ അടയ്ക്കണം, റെസിഡന്റ് അസോസിയേഷൻ മീറ്റിംഗിന് ഞാൻ പോകണം, ഗ്യാസ് ഞാൻ കൊണ്ടുവരണം, വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ്, അരി, സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരണം. ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കാറേ ഇല്ല. രാത്രി വന്ന പെയിന്റിംഗ് ഒന്നും പറഞ്ഞ് അപ്പുറത്തെ ആശ്രമത്തിൽ കയറിയിരിക്കും. പിന്നെ എപ്പോഴാ വന്ന് കിടക്കുന്നതെന്ന് പോലും ഞാൻ അറിയാറില്ല. ഇനി സാർ പറയാ, എങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നേ? ഇനി ജെയിംസ് പറയൂ, പറഞ്ഞോളൂ. ആലിസ് കുറച്ച് വെള്ളം കുടിക്കൂ. ആലീസേ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നല്ലേ? ഈ സില്ലി മേറ്റെ സൂതി പെരുപ്പിച്ച് വലുതാക്കണോ?
ശരിയാണ്, സാറിനും കേൾക്കുന്നവർക്ക് ഇതൊക്കെ സില്ലിയായി തോന്നാം. പക്ഷെ എനിക്കതല്ല. എന്റെ അപ്പച്ചൻ എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ വയ്യാതിരുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കെഞ്ചിയതാ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോവാൻ. അന്നും ജെയിംസിനെ തിരക്കായിരുന്നു. സ്വന്തം ഭാര്യയുടെ അപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോ മാറ്റിവെക്കാനാവാത്ത തിരക്ക് ഏത് ഭർത്താവിനെ സാർ ഉണ്ടാവുക?